സിനിമാ നടന്മാരെക്കാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പെട്ടെന്ന് വൈറലാകുന്നത് ചില ചുള്ളന്മാരായ കളക്ടർമാരുടെയും IPS ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളുമാണ്. പണ്ടൊരു കാലത്ത് പൊതുജനത്തിൽ നിന്ന് വളരെ വിദൂരമായി നിന്നിരുന്ന, കൂടുതൽ അടുപ്പമൊന്നും പുലർത്താതിരുന്ന ഇക്കൂട്ടരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. തങ്ങളും സാധാരണ മനുഷ്യരാണെന്ന തരത്തിലുള്ള ഇവരുടെ പലരുടെയും പെരുമാറ്റവും ഭവ്യതയും രീതികളും ഒക്കെ പലപ്പോഴും പൊതുജനത്തിനെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. ഇത്തരത്തിൽ ആരാധന മൂത്ത പല ആൾക്കാരും ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ തപ്പിപ്പോയ കഥകളുമുണ്ട്. പണ്ടുകാലത്ത് കുഞ്ചാക്കോ ബോബനും ദിലീപിനും പൃഥ്വിരാജനും ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ആരാധകരും പ്രണയിനികളും ഒക്കെയാണ് പലപ്പോഴും ഈ കൂട്ടരുടെ പിന്നാലെ ഇപ്പോൾ വട്ടം ചുറ്റുന്നത്. ഏതെങ്കിലും ഒരു വൈറലാകുന്ന സംഭവത്തിൽ കൂടി ആയിരിക്കും പലപ്പോഴും ഇത്തരം ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളോ വീഡിയോകളോ പിന്നീട് കൂടുതൽ വൈറലായി രംഗത്തേക്ക് വരുന്നത്. ഇതോടെ അത് ആരാണെന്ന് അറിയാനുള്ള ജനങ്ങളുടെ ആകാംക്ഷ ഉണരും. ആ അന്വേഷണം എത്തിപ്പെട്ടു നിൽക്കുന്നത് പലപ്പോഴും മലയാളി പേരുകളിൽ തന്നെയാണ് എന്നതും കൗതുകമുള്ള കാര്യമാണ്. പിന്നീട് ഇത്തരക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തിരഞ്ഞു ചെല്ലുന്ന ആരാധകർ ഇവർക്കായി പ്രത്യേകം ഫാൻ പേജുകൾ പോലും രൂപീകരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിഷയം കേരളത്തിൽ വലിയ ചർച്ചയായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് തിരുവനന്തപുരം സബ് കളക്ടർ ആയിരുന്ന ആൽഫ്രഡ് ഓവിയെ പറ്റിയാണ്. സബ് കളക്ടർ ആൽഫ്രഡ് ഓവിയാണ് ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായത്. അദ്ദേഹത്തിന് ഫാൻ പേജുകൾ പോലും പിന്നീട് ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയപ്പോഴും സബ് കളക്ടർ കർത്തവ്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കൊടുത്തത്. ഇപ്പോൾ ഇതാ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ആൽഫ്രഡ്. എന്നാൽ ഇത്തവണ കളക്ടറുടെ ഫാൻസ് യൂത്ത് അല്ല, അമ്മമാരാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയും ഭക്തരെയും കണ്ടു നിൽക്കുന്ന കളക്ടർ, തിരുവനന്തപുരത്തെ കളക്ടറാകാൻ യോഗ്യതയുള്ളയാൾ, ഞാനും കണ്ടായിരുന്നു. ഇദ്ദേഹത്തെ എത്രമാത്രം ശ്രദ്ധയുള്ള ആളാണെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. എല്ലാ ആൺകുട്ടികൾക്കും ഇതുപോലത്തെ അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആൺമക്കൾക്ക് നല്ല മനുഷ്യനാകാനുള്ള അറിവ് കിട്ടട്ടെ. നല്ല പൊന്നുമോൻ. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹവും ആശീർവാദവും ഞങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും മോന്റെ കൂടെയുണ്ട്. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള മനസ്സ് ഈ ഉണ്ണിക്ക് ഉണ്ടാവട്ടെ. ഇപ്പോഴാണ് മനസ്സിലായത് പെൺപിള്ളരെക്കാളും കൂടുതൽ എന്നെപ്പോലുള്ള അമ്മമാരാണ് ഫാൻസ്. പൊന്നുമകനെ 1000 നന്ദി. നല്ല മനസ്സ്, ഒരിക്കലും കെട്ടവനാവാതിരിക്കട്ടെ. പൊന്നു ഉമ്മ മകനെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആൽഫ്രഡ്. നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. ബാംഗ്ലൂരു ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ 1 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. ബിരുദ പഠന സമയത്താണ് സിവിൽ സർവീസ് എന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. 2022 മൂന്നാമത്തെ ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. ആദ്യ ശ്രമത്തിൽ മെയിൻസ് പരീക്ഷ പാസ്സാകാൻ സാധിച്ചിരുന്നില്ല. രണ്ടാം ശ്രമത്തിൽ 310ാം റാങ്ക് ആയിരുന്നു. മൂന്നാം ശ്രമത്തിൽ റാങ്ക് 57ലേക്ക് ഉയർത്തി. കാര്യം എന്ത് തന്നെയായാലും ആൽഫ്രഡ് ഇപ്പോൾ ആരാധകരുടെ മനസ്സ് കവർന്ന കളക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്.